ഇതാണ് മാങ്കുളമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനക്കുളം. ആനകൾ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഈ സമയത്ത് ഉണ്ടാവില്ല, വൈകുന്നേരങ്ങളിലാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് യാത്ര മതിയെ പോവാണ് കണ്ണൂരേക്ക്. അപ്പോൾ പോകുന്ന വഴിക്കൊന്ന് വന്ന് കാണാമെന്ന് കരുതി. അന്ന് വന്നപ്പോൾ ഇഷ്ടംപോലെ ആളൊക്കെ ഉള്ളതുകൊണ്ടൊന്നും കാണാൻ സാധിച്ചില്ല. ആന എന്തായാലും ഇറങ്ങി വരാൻ സാധ്യത ഇല്ല. പ്രത്യേകത ഇത് ശുദ്ധവെള്ളം, അവിടെയും ശുദ്ധവെള്ളം തന്നെയല്ലേ? ഇതിലൊന്നും പ്രത്യേകത ഉണ്ടോ? ഇതിന്റെ പ്രത്യേകതയില്ല, അവർക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്നത് വരുന്നതായിരിക്കും. ആണോ? ഇവിടെ വന്നത് നന്നായില്ല, വേറെ വല്ല അത് അല്ല, പല സ്ഥലത്തും വരുവോ ഇല്ലയോ എന്നുള്ള ഉറപ്പൊന്നുമില്ലല്ലോ. ചിലപ്പം വേറെ തൊട്ട് ഇറങ്ങും, കൂടുതൽ ഇവിടെ ഇറങ്ങും. അവർക്ക് മനസ്സിലാവോ ഇവിടെ ആന വരുന്ന സമയം മനസ്സിലാവോ? നമ്മളിപ്പോൾ ഇങ്ങിടുന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും വരുമോ? ഇറങ്ങുന്ന സമയത്തായിരിക്കും വരുമോ? അതും കറക്റ്റ് അതിലൂടെ ഇങ്ങനെ നടന്നു വരും അല്ലേ? ഒന്ന് ഇറങ്ങി വന്ന് ഞാൻ പോവാണ്. പോകുന്നതിന് മുമ്പൊന്ന് ടാറ്റ പറയാൻ വന്നിരുന്നെങ്കിൽ. വരികയല്ലേ? പക്ഷേ ഇന്നലെ ഒരു 12 മണിക്ക് എന്തോ വന്നെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ, അല്ലേ? ഈ വെള്ളം കുടിക്കാനാണ് ആന വരുന്നത്. ഇതിൽ മുങ്ങാങ്കുഴി ഇട്ടിട്ട് ഈ കല്ലിൻ്റെ ഇടയിലെ വെള്ളം കണ്ട, ഈ വലിയ കല്ലിൻ്റെ ഇടയിലെ വെള്ളം എടുക്കാൻ കുടിക്കണം.
ഇതാണ് ആനക്കുളം. ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം. എല്ലാ ദിവസവും വൈകുന്നേരമാണ് വരിക. ഈ ടൈം എന്തായാലും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ എനിക്ക് യാത്ര പുറപ്പെടേണ്ടതുണ്ട്. എന്തായാലും ആദ്യ ദിവസം വന്നത് കുറേ കാണാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരാം. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു. ഇത് മാങ്കുളത്തിൽ തന്നെ ചെറിയൊരു അരുവിയാണ്. വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ചെറിയൊരു അരുവിയാണ്. കുളത്തിൽ എവിടെ ചെന്നാലും ഇങ്ങനത്തെ ചരുവികളൊക്കെ കാണാം. കാടും വളരെ അടുത്താണ്. ബസ് കാത്തിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് വിരിപ്പാറ, മാങ്കുളത്തിനടുത്തുള്ള വിരിപ്പാറ.